ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാനെയാണ്. ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ ഏറ്റുമുട്ടുന്നത്. ബിജു, ഷാഹിദ് അഫ്രിദിയും മിസ്ബയും ക്രീസിലുള്ള സമയത്ത് മൊഹാലി സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? അഫ്രിദിയും മിസ്ബയും കൂടി പാകിസ്ഥാനെ ജയത്തിലേക്ക് എത്തിക്കുമോ എന്നൊരു ആശങ്ക ഇല്ലായിരുന്നോ? പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഓപ്പണിംഗ് ബോട്ടുകൾക്ക് ഒരു വിക്കറ്റ് വീട് കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഒരു പക്ഷേ ഈ മത്സരം പാകിസ്ഥാന്റെ പരിധിയിലേക്ക് പോകുന്നു എന്ന ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വിക്കറ്റ്, യുവരാജ് സിംഗിന്റെ രണ്ടാം വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി നേരിട്ടുള്ളതോടുകൂടി കളിയുടെ ഗതിയെ മാറി വരികയായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ വേണ്ടിവരുന്ന റെക്കോർഡ് റൺറേറ്റ് പാകിസ്ഥാന് 6 ബോളിലായതോടെയാണ് ഇന്ത്യൻ കളിക്കാർക്ക് ആത്മവിശ്വാസം വേണ്ടി കിട്ടിയത്. പിന്നീട് പലപ്പോഴും പാകിസ്ഥാൻ സ്കോർ ചെയ്യാൻ നോക്കിയെങ്കിലും അതിനെ തടഞ്ഞു നിർത്താൻ ഇന്ത്യൻ ബോളർമാർ കഴിഞ്ഞു. അത്തരത്തിൽ ടീമിലേക്ക് മടങ്ങിയെത്തിയ ആസിഫ് നെഹ്റ തുടക്കത്തിൽ കാര്യമായി വിക്കറ്റ് എടുത്തില്ലെങ്കിലും മികച്ച എക്കണോമിക് പന്തറിയാൻ ആസിഫ് നെഹ്റയ്ക്ക് കഴിഞ്ഞു. വെറും വിട്ടു കൊടുക്കുന്നതിൽ നല്ല വിസിറ്റ് കാട്ടിയാണ് ആസിഫ് നെഹ്റ പന്തറിഞ്ഞത്. മുനാഫ് പട്ടേലും മധ്യ ഓവറുകളിൽ ഇതേ രീതിയിൽ തന്നെ പന്തറിഞ്ഞതോടെ ഇന്ത്യക്ക് പാകിസ്ഥാനെ കനത്ത സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞു. ഇത് ഇന്ത്യക്ക് നേട്ടമായി. ഷഹീദ് അഫ്രീദ് ടീമിലേക്ക് എത്തിയപ്പോൾ ചില കൂട്ടുനടികൾക്ക് ഷഹീദ് അഫ്രീദ് പോലും അതിനു മുമ്പ് തന്നെ ഉമർ അക്മൽ ചില കൂട്ടുനടികൾ 2 സിക്സുകൾ പറത്തിയൊക്കെ കൂട്ടുനടികൾക്ക് തുടർന്നെങ്കിലും ഇവരെ പെട്ടെന്ന് പുറത്താക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ ബൌളിംഗ് നിരക്ക് ഏറെ നേട്ടമായി. അത് ഇന്ത്യക്ക് കളിയിൽ അവസാനമായപ്പോൾ പൂർണ്ണമായും മാനസിക മേൽക്കോയ്മ നടക്കുകയും ചെയ്തു. ഈ